നമ്മൾ ഇന്ത്യക്കാർ ലോകത്തെല്ലായിടത്തും പോകാറുണ്ട്, നമ്മളെല്ലാവരും അക്സെപ്റ്റും ചെയ്തിട്ടുണ്ട്. ഇതേപോലെയുള്ള പ്രശ്നം ഇന്ത്യയിൽ ഉണ്ടാകുമ്പം സനാതനികൾക്ക് വേണ്ടിയാണ് ഇന്ത്യ എന്ന് പറയുമ്പോൾ അടുത്ത മെസ്സേജ് എന്തുവാണ് നിങ്ങൾ കൊടുക്കുന്നത്? എന്തുവാണ് ഈ സന്ദേശം? അതായത് വേറെ ആരും ഇവിടെ വേണ്ട, അങ്ങനെയാണ് മറ്റുള്ള രാജ്യങ്ങളൊക്കെ തീരുമാനിക്കും, നീ ഇവിടെ വേണ്ട എന്ന് പറയും, അവർക്കെതിരെ അറ്റാക്ക് ഉണ്ടാകും. ഇത് തമാശയല്ല. അതിൽ ഈ പങ്കെടുക്കുന്ന ഗുണ്ടകൾക്കും അവരുടെ പുറകിൽ നിൽക്കുന്നവർക്കും ഇതിനെപ്പറ്റി യാഥാർത്ഥ്യം അറിയത്തില്ല. ഇത് എത്രമാത്രം ഡീപ്പായിട്ട് പോകും. ഇന്ത്യയുടെ ഇമേജിനെ മാത്രമല്ല, ഓരോ ഇന്ത്യക്കാരും വിദേശത്ത് താമസിക്കുന്നവരെ ബാധിക്കും. ഇത് അവരുടെ ജീവിതത്തെ ബാധിക്കും, അവരുടെ ലൈഫിനെ ബാധിക്കും, അവരുടെ കുട്ടികളെ ബാധിക്കും. പിന്നെന്ത് പറഞ്ഞിട്ടാണ് ഹിന്ദു ആണെന്ന് സനാതനിയാണെന്നും പറഞ്ഞിട്ട് കാര്യം എന്തുവാ? ഓരോ ആൾക്കാരുടെ ഇൻഡിവിജ്വലായിട്ട് അവൻ്റെ ലൈഫിനെ ബാധിക്കും, പ്രശ്നങ്ങളങ്ങ് മാറും. അതായത് നിങ്ങൾ ഉദ്ദേശിക്കുന്നതല്ല ഈ ലോകം എന്ന് പറയുന്ന പലതും. നമ്മൾ ഈ മുമ്പിൽ കാണുന്ന ഒന്നുമല്ല. ഇതിൻ്റെ ഒരു ഫർദർ ഇമ്പാക്റ്റ് ഉണ്ട്. ആ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. എന്തുകൊണ്ടാണ് മോദി ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ലോകത്ത് ഒരു രാജ്യത്ത് പോകുന്ന എത്തിയോപ്യയിൽ, മറ്റൊന്ന് ഒമാനിൽ, പിന്നെ ജോർദാനിൽ? ഇതായിരുന്നു നേരത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി പോയിക്കൊണ്ടിരുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രി ലോകത്തിലെ ഏറ്റവും പവർഫുൾ രാജ്യങ്ങളിലാണ് ഇൻവൈറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നത്. എന്തുകൊണ്ട് അവിടെ പോകാത്തത്? ഈ രാജ്യങ്ങൾ മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത്. ഈ രാജ്യങ്ങളുമായിട്ടൊക്കെ എന്ത് ട്രേഡ് കിട്ടുമെന്ന് ഈ പറയുന്നേ? ന്യൂസിലാൻഡുമായിട്ട് 1 ബില്യൻ്റെ ട്രേഡ് വലിയ സംഭവമായിട്ട് പറയുന്നത്. എന്നിട്ട് അവിടെ ന്യൂസിലാൻഡിൻ്റെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ എതിർത്ത് പറയുകയും ചെയ്തത് ഇത് നടക്കത്തില്ലെന്ന്. ഇതാണോ വലിയ ട്രേഡ്? അപ്പം അമേരിക്കയായിട്ടുള്ള ട്രേഡ് എന്തുവാ? മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളായിട്ടുള്ള ട്രേഡ് എന്തുവാ? അതായത് 2025 എന്ന് പറഞ്ഞ് ഇന്ത്യയുടെ കഷ്ടകാലമാണ്. അവസാനം ഡിസംബറിൽ വന്നു നിന്നത് മുഴുവനും പരക്കെ ആക്രമണങ്ങൾ. ഗ്ലോബൽ മീഡിയ മുഴുവനും മോശമായിട്ട് എഴുതി കളഞ്ഞു. അതായത് ബോധമില്ലാത്തവന്മാരാണ് ഇന്ത്യ താമസിക്കുന്നത്, ഇന്ത്യ ജീവിക്കുന്നത്. അല്ലെങ്കിൽ ഒരു പാവ പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാന്താക്ലോസ് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. അതും ഈ മതപരിവർത്തനമായിട്ട് എന്തു ഗുണ്ടമാവുള്ളത്? അതാ മനസ്സിലാക്കേണ്ടത്. ഡെലിബറേറ്റായിട്ട് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. ഗുണ്ടകളും അതിൻ്റെ പിറകിൽ വലിയൊരു കൂട്ടമുണ്ട്. അവർക്കിത് ആവശ്യമാണ്. അതാണ് അതിൻ്റെ കാര്യം.